ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാം ഓരോ മനുഷ്യനും ലഭ്യമാക്കുന്ന ശാന്തിയും സമാധാനവും സംതൃപ്തിയും ചെറുതല്ല. ജീവിതത്തിൻ്റെ വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹികമോ സാമ്പത്തികമോ ഏതു തരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കും പൂർണ്ണമായ തുറവിയാണ്, സമാധാനമാണ് പരിശുദ്ധ ഇസ്ലാം പ്രദാനം ചെയ്യുന്നത്. ഇരുട്ടിൽ ആണ്ട് കിടന്നിരുന്ന അറബ് സമൂഹത്തിൽ നിന്നാരംഭിച്ച് ലോകത്തിന് മുഴുവനും വെളിച്ചമായി ഇന്നും ഇരുട്ടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇസ്ലാം മുന്നേറുന്നത് മുസ്ലിങ്ങളുടെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടുമല്ല, മറിച്ച് പരിശുദ്ധ ഇസ്ലാം ലോകർക്ക് മുഴുവനുമുള്ള മാർഗദർശനമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഇറക്കിയ വെളിച്ചമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നാം ആരും വിചാരിക്കരുത് ഞാനുള്ളത് കൊണ്ടാണ്, ഞങ്ങളുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് എന്ന്. മറിച്ച് വ്യത്യസ്തങ്ങളായ കാരണക്കാരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. ഒട്ടേറെ ആളുകൾക്ക് സ്വർഗത്തിൽ പോകാൻ, ഇസ്ലാമാകാൻ കാരണക്കാരനായത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബികൾ മറ്റുള്ളവർക്ക് ഹിദായത്തിനുള്ള കാരണക്കാരായി മാറി. ആ പരിശുദ്ധ ഇസ്ലാം മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് സ്വന്തം സ്വത്തുക്കളും അതേപോലെ തന്നെ സൗകര്യങ്ങളും ഒന്നും എടുക്കാൻ സാധിക്കാതെ മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം രക്തരഹിത വിപ്ലവത്തിലൂടെ മക്കം ഫത്ഹ് സംഭവിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ, വഹി പഠിപ്പിച്ച പാഠങ്ങളിലൂടെ അവരുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തി. ഭൂരിപക്ഷം മുസ്ലിങ്ങളായാൽ പിന്നെ ഭരണം മുസ്ലിങ്ങളുടേതാകുമല്ലോ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മക്ക വിജയിച്ചു, ഇസ്ലാം വിജയിച്ചു. ഈ സന്ദർഭത്തിൽ 110-ാം അധ്യായമായ സൂറത്തുൻ നസ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. അല്ലാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ, ഒരു വിജയം വരുമ്പോൾ അവിടെയും റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായ നിർദ്ദേശം കൊടുക്കുകയാണ്. ആ വിജയം സംഭവിച്ചപ്പോഴുണ്ടായത് ജനങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, മദീനയെ ലക്ഷ്യമാക്കി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന, എത്ര എണ്ണമെന്ന് പറയാൻ പറ്റാത്ത അത്രയും വലിയ വിജയം പരിശുദ്ധ ഇസ്ലാമിന് സംഭവിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിന് നേതൃത്വം കൊടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യണം? ആ വിജയം കാണുന്ന സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? റസൂലുള്ളയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. നീ നിന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തനം നടത്തുക. വസ്തഗ്ഫിർഹു. നീ അവനോട്, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്താപം നടത്തുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഈ 3 ആയത്തുകൾ ഓതുമ്പോൾ സഹോദരി സഹോദരന്മാരെ, ഒരു വമ്പിച്ച വിജയത്തെക്കുറിച്ചും ആ വിജയത്തെ തുടർന്ന് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരുന്നതും പറഞ്ഞതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് പെട്ടെന്ന് നാം സങ്കല്പിക്കുന്ന ഒരു ആഹ്ലാദ പ്രകടനമല്ല, മറിച്ച് അവിടെ ആ വിജയത്തിന് നേതൃത്വം കൊടുത്ത റസൂലുള്ളയോട്, ഒപ്പം നിന്ന ആളുകളോട്, ഈ സൂറത്ത് ഖിയാമത്ത് നാൾ വരെ ഓതുന്ന സത്യവിശ്വാസികളോട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അങ്ങനെ വന്നുവെങ്കിൽ ആ വിജയം നൽകിയ റബ്ബിനെ പ്രകീർത്തിക്കണം, അവനെ സ്തുതിക്കണം. മാത്രമല്ല
ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിജയം നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ച സന്ദർഭത്തിൽ അറിഞ്ഞും അറിയാതെയും പല അബദ്ധങ്ങളും വന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം. റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങൾ ഖേദിച്ച് മടങ്ങുന്നവരുടെ ഖേദം, അവരുടെ സങ്കടപ്പാട് സ്വീകരിക്കുന്നവനാകുന്നു എന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 13 വയസ്സായിരുന്നു അവിടത്തേക്ക് ഈ സൂറത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ വിളിച്ചു ചേർക്കുമ്പോൾ ഉമർ ഖത്താബിനെയും അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ആ സദസ്സിലേക്ക് ക്ഷണിക്കുമായിരുന്നു. അപ്പോൾ ആളുകൾക്കൊക്കെ എന്താ ഈ ചെറിയ കുട്ടി, 13 വയസ്സായ ഈ കുട്ടിയെ എന്തിനാണ് ഈ മുതിർന്ന ആളുകളോടൊപ്പം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് പലരും സ്വാഭാവികമായും ചോദിച്ചിരുന്നു. ആ സംശയം തീർത്തു കൊടുക്കാൻ ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലേക്ക്, മുതിർന്ന ആളുകളുടെ സദസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് ഈ സൂറത്ത് ഓതി കേൾപ്പിച്ചിട്ട് ചോദിച്ചു, എന്തു മനസ്സിലായി എന്ന്. അവിടെയുള്ള പലരും പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ വിജയം വന്നാൽ നമ്മൾ വിനീതരാകണം, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം എന്നൊക്കെ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന 13 വയസ്സുള്ള കുട്ടി പറഞ്ഞു, റസൂലുള്ളാഹിയുടെ വഫാത്ത് ഞാൻ മുമ്പിൽ കാണുന്നു. റസൂലുള്ളാഹിയുടെ ദൗത്യം പൂർത്തിയായി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് ഈ സൂറത്തിലൂടെ ഞാൻ കാണുന്നത്. അതായിരുന്നു ശരിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. നോക്കൂ, ഒരു വലിയ വിജയം ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ഏറ്റവും വലിയ വിജയത്തിലേക്ക് പോകുന്നിടത്ത് തടസ്സമുണ്ടാകരുതേ എന്ന ആഹ്വാനം. എല്ലാവരും ഇസ്ലാമിന് കീഴടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ചവർ, അവിടുത്തെ സ്വഹാബത്തിനെ ഒരിക്കലും നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രൂപത്തിൽ പീഡിപ്പിച്ച് ഗുഹ്യസ്ഥാനങ്ങളിൽ പോലും ഇരുമ്പ് പഴുപ്പിച്ചത് വെച്ചവർ, കൊല്ലപ്പെട്ടതിന് ശേഷം ആ കരളെടുത്ത് വീണ്ടും പുറത്തെടുത്തവർ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തവർ മുഴുവനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. ഏത് പ്രതികാരവും ന്യായപൂർവം ചെയ്യാം. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് അൻതുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്. ഇത് മർഹമത്തിന്റെ ദിവസമാണ്, കാരുണ്യത്തിന്റെ ദിവസമാണ്, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. അവിടെ വെച്ച് കുറെ ആളുകൾ മുസ്ലിങ്ങളായി. കാരണം അവർ ഉറച്ചു പ്രതീക്ഷിച്ചു, തീർച്ചയായും അവർ ചെയ്ത ചെയ്തി അവർക്ക് ഓരോരുത്തർക്കും അറിയാം, തീർച്ചയായും ഇവിടെ വെച്ചൊരു ശിക്ഷ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും സ്വതന്ത്രരായി വിടുകയാണ് ചെയ്തത്. ആ മക്കം ഫത്ഹ് സംഭവിക്കുമ്പോൾ കഅബാലയത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം മാറ്റപ്പെടുകയാണ്. വിഗ്രഹങ്ങൾ മുഴുവൻ മാറ്റപ്പെടുന്നു. ആ മാറ്റത്തിന്റെ പ്രത്യേകത, ആരാണോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവർ തന്നെയാണ് എടുത്തു മാറ്റുന്നത്. അവിടെ പോയി ബലം പ്രയോഗിച്ച് ആ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റേണ്ടതില്ലാത്ത തരത്തിലുള്ള വമ്പിച്ച വിപ്ലവമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ, തിരുചര്യയിലൂടെ, അഥവാ തൗഹീദ് എന്ന ഏറ്റവും അതിമഹത്തായ സ്വർഗത്തിന്റെ താക്കോലാകുന്ന ആദർശത്തിലൂടെ നിർവഹിച്ചത് എന്നർത്ഥം. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പറയുന്നു, അങ്ങ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഈ വിജയം കിട്ടുമ്പോൾ പടച്ചവന് ധാരാളമായി ഹംദ് പറയണം. തീർന്നില്ല, വസ്തഗ്ഫിർഹു, ആ വിജയം തന്ന റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെട്ട, മാനുഷികമായി വന്നേക്കാവുന്ന കാര്യങ്ങൾ തന്നെ പുറത്തു കൊടുക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ടും ഖിയാമത്ത് നാൾ വരെയുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ കൊണ്ട് അള്ളാഹു ഓദിപ്പിക്കുന്നു, റബ്ബിനോട്, റസൂലുള്ളയോട് റബ്ബ് പറഞ്ഞു, നീ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇസ്തിഗ്ഫാർ തേടാറുമുണ്ടായിരുന്നു. ഇസ്തിഗ്ഫാർ ഒരു സത്യവിശ്വാസിയെ വിനയത്തിൽ നിന്നും വീണ്ടും വിനയത്തിലേക്ക് നയിക്കും. ദുനിയാവിലെ കെട്ടുകളിൽ നിന്ന്, കുടുക്കുകളിൽ നിന്ന് ഒരു സത്യവിശ്വാസിക്ക് മോചനം കിട്ടുന്ന അതിമഹത്തായ പ്രവർത്തനമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വബിൽ അസ്ഹാർ അഥവാ അത്താഴത്തിന്റെ സന്ദർഭം, സുബഹിക്ക് മുമ്പുള്ള സന്ദർഭം, ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന
സുപ്രധാനമായ പ്രവർത്തനം വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ തേടുന്നവരാണ്. അപ്പോൾ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക ആരാണ് സഹോദരി സഹോദരന്മാരെ? ആരാ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക? ലോകത്തുനിന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളിൽ പടച്ചവനോട് ഏറ്റവും അടുത്തവരും തെക്കുവയുള്ളവരുമല്ലേ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കൂ. ആര് കാണാൻ? ആരും കാണാനില്ലല്ലോ. റബ്ബ് കാണും, റബ്ബ് പരിഗണിക്കണം, റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരല്ലേ? അവരോട് പറയാണ് ഇസ്തിഗ്ഫാർ തേടണം. അവരോട് പറയാണ് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുഹൂറിന്റെ സന്ദർഭത്തിൽ അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് എന്ന്. അപ്പോൾ ആ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യമാണ് ഈ സൂറത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ വിജയങ്ങൾ അതിന് കാരണക്കാരാകാൻ നമ്മളും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വിജയത്തിന് നേതൃത്വം കൊടുത്തുവെങ്കിൽ ആ സന്ദേശമാണ് എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത്. അതേ ഹറമിൽ, അതേ മദീനത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത ജുമുഅ അത് തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. സ്ഥലം മാറി എന്ന് മാത്രം. റസൂലുള്ളാഹി നിസ്കരിച്ച അതേ നിസ്കാരമാണ് നമ്മളും നമസ്കരിക്കുന്നത്. അവിടുന്ന് പഠിപ്പിച്ച അതേ നോമ്പാണ് നമ്മൾ നോൽക്കുന്നത്. അവിടുന്നാണ് നമുക്ക് സക്കാത്ത് പഠിപ്പിച്ചത്. അവിടുന്ന് ഓതിയ അതേ ഫാത്തിഹയാണ് നമ്മളും ഓതിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ഐക്യ രൂപമാണ്. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകളാണ് നമ്മളും ചൊല്ലുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ദിക്ർ ചെല്ലല്ലേ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത സ്വലാത്ത് ചെല്ലല്ലേ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഇബാദത്തുകൾ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം അതാണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. കുല്ലു ബിദ്അത്തിൻ ദലാല, പുണ്യം കിട്ടുമെന്ന ഉദ്ദേശത്തോടുകൂടി ദീനിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അഥവാ ഒരു കർമ്മം പോലും, ഒരു ഹർഫ് പോലും, ഒരു ദിക്ർ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് നമുക്ക് ചെയ്തുകൂടാ. കാരണം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ച മഹാനായ പ്രവാചകനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അപ്പുറത്തേക്ക് നമുക്ക് പോയിക്കൂടാ. നാരിയാ സ്വലാത്തില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കും. നാരിയാ സ്വലാത്ത് ഒരു ഉദാഹരണം മാത്രമാണ്. ആ നാരിയാ സ്വലാത്ത് ഇങ്ങ് എടുക്കുക, ഒന്ന് മറിച്ചു നോക്കുക, അത് എഴുതിയ ആളുടെ പേരും അത് എഴുതിയ നൂറ്റാണ്ടും കാണാം. ഈ അടുത്ത കാലഘട്ടത്തിൽ, ഈ അടുത്ത നൂറ്റാണ്ടിൽ അതില്ലെങ്കിൽ എന്തോ സ്വലാത്തിനെ എതിർക്കുന്നത് പോലെ. വിഷയം മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ലോകത്തത് ചെല്ലുന്ന എല്ലാവർക്കും അറിയാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അവിടുത്തെ സ്വഹാബത്തിന്, താബികൾക്ക്, താബികൾക്ക്, അത് കഴിഞ്ഞ് പിന്നീട് വന്ന മദ്ഹബിന്റെ മഹാന്മാരായ ഇമാമിങ്ങൾ ഒരാൾക്കും നാരിയാ സ്വലാത്ത് പരിചയമേയില്ല. അവർ കണ്ടിട്ടേയില്ല. കാരണം സംഗതി എഴുതിയത് അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷമാണ്. പക്ഷേ മുസ്ലിം സമൂഹം എത്രമാത്രം ആദരവോടുകൂടിയാണ് ആ പിന്നീട് എഴുതപ്പെട്ടതിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. അപ്പൊ റസൂലുള്ള ചെല്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അവിടെയാണ് സഹോദരങ്ങളെ റസൂലുള്ള പഠിപ്പിച്ച അതേ ഫാത്തിഹ ഓതുന്ന, അതേ സൂറത്തുകൾ ഓതുന്ന, നിസ്കാരം നിർവഹിക്കുന്ന നമ്മൾ അവിടുന്ന് പഠിപ്പിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. അപ്പോഴേക്കും ആളുകൾ പറയും, കണ്ടോ സ്വലാത്തിനെ എതിർക്കുന്നു. എന്തിനാണ് സ്വലാത്തിനെ എതിർക്കുന്നത്? നേരെ സ്വലാത്ത് ചെല്ലാനുള്ള ആയത്തും ഹദീസുമായി വരും. അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നിങ്ങൾ രക്ഷക്കും സമാധാനത്തിനും പ്രാർത്ഥിക്കണം. അഥവാ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. വെള്ളിയാഴ്ചകൾ വന്നാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്തിന്റെ രൂപം അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 9ഓളം രൂപങ്ങളിൽ ഇബ്രാഹിമി സ്വലാത്ത്, അഥവാ ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ഗുണം ചെയ്തതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യണേ. ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് ചെയ്തതുപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചോനെ റസൂലുള്ളാഹിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് കൊടുക്കണേ എന്ന് പറയുന്ന ആ സ്വലാത്ത് ആരാണ് ചൊല്ലിയതെന്നറിയുമോ? ആദ്യമായത് ചൊല്ലിത്തന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളയുടെ തിരുനാവ് കൊണ്ട് അത് ചൊല്ലിത്തരാനും ഒരു സന്ദർഭമുണ്ടായി. സൂറത്ത് അഹ്സാബിലെ ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സലാം ഞങ്ങൾക്കറിയാം, കൈഫ നുസല്ലി, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? അവരോരോരുത്തരും ഓരോ സ്വലാത്ത്, ഇവർ അബൂബക്കർ സിദ്ദീഖിന്റെ വക ഒരു സ്വലാത്ത്, ഉമർ ഖത്താബിന്റെ വക വേറൊരു സ്വലാത്ത്, വേറൊരു സ്വഹാബിന്റെ വക വേറൊരു സ്വലാത്ത് അല്ല.
അവർ പോയി ഏതൊരു റസൂലുള്ളയുടെ തിരുനാവ് കൊണ്ടാണോ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞത്, ആ റസൂലുള്ളയോട് തന്നെ ചോദിച്ചു എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുത്ത രൂപമാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് എങ്ങനെ സ്വലാത്ത് ചെല്ലണമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ആ സ്വലാത്തിന്റെ രൂപം റസൂലുള്ള പഠിപ്പിച്ചത് ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ മുസ്ലിം ലോകം മുഴുവൻ, നിങ്ങൾ ലോകത്തിന്റെ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോകൂ, അവിടെ നാരിയ സ്വലാത്ത് കാണില്ല. അവർ എന്താ സ്വലാത്ത് എന്ന് ചോദിക്കും. നമ്മുടെ നാട്ടിലുണ്ടായതാണ്. ഞാൻ പറയുന്നത് ദീനിയായ കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ദീനാണെന്ന് കരുതി പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ മനസ്സിലാക്കണം, ബിദ്അത്തിന്റെ നിർവചനം, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കള്ളുകുടിക്കലല്ല, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കലല്ല, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ചെയ്യലാണ്, പുണ്യങ്ങൾ ചെയ്യലാണ്. പക്ഷെ ആ പുണ്യത്തിന്റെ പ്രത്യേകത അത് ദീനിലില്ല, അത് അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ സംസാരങ്ങളിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖമായി ഉൾപ്പെടുത്തുമായിരുന്നു, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. നിസ്കരിച്ച് നരകത്ത് പോവുക, നോമ്പ് നോറ്റ് നരകത്ത് പോവുക, സ്വലാത്ത് ചൊല്ലി നരകത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത നമസ്കാരം, ഇല്ലാത്ത നോമ്പ്, ഇല്ലാത്ത സ്വലാത്ത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ അതിഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ദീൻ അങ്ങനെ തന്നെ ഇവിടെ ഉണ്ട്. ആ ദീനിന്റെ പ്രത്യേകത, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആണ് ഈ ഉത്ബോധനത്തെ, ഈ ദീനിനെ, ഈ ഉത്ബോധനത്തെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ദിക്റിൽ ഉള്ളതാണോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, പുതുതായി വല്ലതും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ രംഗങ്ങളിലും പരിശോധിക്കണം. അപ്പോഴാണ് ഈ നസ്ർ നമ്മുടെ ജീവിതത്തിൽ, പടച്ചോന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുക. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആസ്ഥാനത്ത് വെച്ച് ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ കഅബ, അവിടെ എത്താൻ, തവാഫ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമാധാനത്തിന്റെ ഗേഹത്തിൽ അത് റസൂലുള്ളയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള നജസ്സുകളും, അവിടെയുള്ള ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാക്കി വച്ചവർ തന്നെ അവരുടെ കൈകൾ കൊണ്ട് എടുത്തു മാറ്റുന്ന സന്തോഷകരമായ അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ്. ആ അവസ്ഥ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ നാടുകളിൽ മുഴുവനും ഉണ്ടാകണം. ഒരു മുസ്ലിമിന് തൻ്റെ ചുറ്റുഭാഗത്തുമുള്ള സമൂഹത്തോട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. കാരണം നാം മനസ്സിലാക്കിയ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാവർക്കും മരണം വരെയും ഒറ്റക്കും കൂട്ടായും എത്തിച്ചു കൊടുക്കുവാനുള്ള, അത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന പ്രമേയമാണ്. അത് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. കാരണം അത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധ്യമേ അല്ല. റസൂലുള്ള ലോകത്ത് ഒരാൾക്കും ഹിദായത്ത് കൊടുത്തിട്ടില്ല, ഹിദായത്ത് കൊടുക്കാനും സാധ്യമല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, മുഹമ്മദ് നബിയെ, നീ ഇഷ്ടപ്പെട്ട ആളുകളെ നിനക്ക് ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഹിദായത്തിന്റെ ഫദക്കിർ, നീ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ അവരുടെ മേൽ കൈകാര്യകർത്താവല്ല. ഒരാളെയും നിർബന്ധിക്കണ്ട. ബലാഗ്, വ്യക്തമായ എത്തിക്കൽ, വ്യക്തമായ സന്ദേശം എത്തിക്കൽ മാത്രം. അതുകൊണ്ട് ഈ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ പലപ്പോഴും ചെറിയ സൂറത്ത് എന്നുള്ള നിലക്ക് നമസ്കാരങ്ങളിലൊക്കെ ധാരാളമായി ഓതാൻ സാധ്യതയുള്ള ഒരു സൂറത്താണിത്. എങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മോട് നൽകുന്ന ഒരു സന്ദേശം, ഈ സൂറത്ത് ഇറങ്ങുന്നതിന് വേണ്ടി മഹാനായ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയത് മുതൽ മരണത്തിന്റെ സന്ദർഭം വരെ, ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പതുക്കെ
സംസാരിക്കാൻ തുടങ്ങി. കാരണം ഉറക്കെ സംസാരിക്കാനുള്ള ആരോഗ്യം അവിടുത്തേക്ക് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ചെവി കൂർപ്പിച്ചു വെച്ചു, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അപ്പോൾ പറയുന്നത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. തങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി എന്നതിന്റെ പേരിൽ യഹൂദ ക്രൈസ്തവ സമൂഹത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലാ തജ്അലൂ ഖബരി ഐദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ, ഉത്സവത്തിന്റെ, ഉറുദുവിൽ പറഞ്ഞാൽ ഉറൂസിന്റെ സ്ഥലമാക്കി മാറ്റരുതേ. വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. നോക്കൂ, ഈ ലോകത്തോട് വിട പറയുമ്പോ ശബ്ദമില്ലാത്ത സന്ദർഭത്തിൽ സ്വഹാബത്ത് ചെവി കൂർപ്പിച്ച് വെച്ച് കേട്ടപ്പോഴും ലോകത്തോടുള്ള ഉപദേശവുമായി ഒരിക്കലും ബഹുദൈവാരാധനയിലേക്ക്, ശിർക്കിലേക്ക് പോയി ജീവിതത്തിലെ മുഴുവൻ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുതേ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഷഹാദത്ത് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലും നമ്മുടെ അയൽപക്കത്തും നമ്മുടെ കുടുംബങ്ങളിലും ഇതിന് വിരുദ്ധമായി ഖബറിന്റെ അടുത്ത് പോയി ഖബറാളിയോട് തേടുന്ന, അവിടെ പച്ച വിരിക്കുന്ന, അവിടെ പോയി തവാഫ് ചെയ്യുന്ന അവസ്ഥ വരെ കാണുമ്പോൾ പാടില്ലാത്ത കാര്യമാണത്. റസൂലുള്ളാഹിയുടെ വസിയത്താണത്. സ്വന്തം ഉപ്പയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന, ഉമ്മയേക്കാൾ സ്നേഹിക്കേണ്ട മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം സമൂഹം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നു. ഖബർ സിയാറത്താകുന്ന സുന്നത്ത്, ഖബറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് പരലോകത്തെ കുറിച്ച് ഓർക്കുകയും ചെയ്യുക എന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്ന യഥാർത്ഥ ഖബർ സിയാറത്തിന് പകരം വ്യക്തമായ ഖബർ പൂജയിലേക്ക് മുസ്ലിം സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചോന്റെ സഹായം നമുക്ക് എങ്ങനെ കിട്ടും? അതുകൊണ്ട് മരണം വരെ റസൂലുള്ളാഹിയുടെ ആ വസിയത്ത് ഏറ്റെടുത്തുകൊണ്ട്, സഹോദരാ, ആ ഖബറിലേക്ക് തേടല്ലേ, ആ റബ്ബിലേക്ക് തൊടൂ, തായോട്ട് പിടിക്കല്ലേ, മണ്ണിലേക്ക് കൈ പിടിക്കല്ലേ, മണ്ണിനെ സൃഷ്ടിച്ച റബ്ബിലേക്ക് കൈ പിടിക്കൂ എന്ന ഏറ്റവും മഹത്തായ സ്വർഗത്തിന്റെ സന്ദേശം അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് റബ്ബിന്റെ സഹായം. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അതാണ് കണ്ടീഷൻ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന, അവിടെ നേർച്ചകളും വഴിപാടുകൾക്കും പോകുന്ന മുസ്ലിം സമുദായം പാവങ്ങളാണ്. അവർക്ക് ആ നിരപരാധിത്വം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ആരാണ് അവരോട് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തത്? ഇതിൽ ഇന്നിന്ന തകരാറുകൾ ഉണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ഒരു അയൽക്കൂട്ടം നടത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഒരു മൈക്ക് കെട്ടി ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഒരു വയല് പറയിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അവർക്കൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ? സഹോദര, അങ്ങനെ ചെയ്യരുത്. നീ മൂന്നുപറ്റുമ്മയുടെ ജാറത്തിലേക്കല്ല കുട്ടിയില്ലെങ്കിൽ പോകേണ്ടത്, അവരെ സൃഷ്ടിച്ച റബ്ബിനോടാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബിക്ക് കുട്ടിയില്ലാത്ത പ്രയാസമുണ്ടായിരുന്നു. അമ്പിയാക്കന്മാരുടെ മാർഗമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? അവിടുന്ന് പ്രാർത്ഥിച്ചത് റബ്ബിനോടാകുന്നു എന്ന് നമ്മുടെ പാവപ്പെട്ട കുടുംബക്കാർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മുസ്ലിം സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് അധിക്ഷേപിക്കുക? പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് നമ്മൾ ദേഷ്യം പിടിക്കുക? അതുകൊണ്ട് ഈ ദൗത്യം നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക വിജയം കിട്ടാൻ ആവശ്യമായ ആ ഒരു സന്ദേശം മരണം വരെയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് പറയാൻ നമ്മൾ മാത്രം, ലോകത്ത് പലതരത്തിലുള്ള തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ആ എല്ലാ തിന്മയെയും എതിർക്കണം. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു വില്ലേജ് ഓഫീസിൽ ഒരു അഴിമതി നടക്കുന്നു, ആ അഴിമതിക്കെതിരെ ശബ്ദിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു റോഡ് പണി നടക്കുന്നു, അത് യഥാവിധം നടത്താത്തതിന് റോഡ് തകർന്നു പോയി, പ്രതിഷേധിക്കണ്ടേ? വേണം. എല്ലാ തിന്മകൾക്കെതിരും നമ്മൾ ശബ്ദിക്കണം. അത് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. പക്ഷേ ഏറ്റവും വലിയ തിന്മ ഏതാണ്? ഏറ്റവും വലിയ തിന്മ ഏതാണ്? ഏറ്റവും വലിയ തിന്മ വ്യഭിചാരമല്ല, സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും വഞ്ചിക്കലല്ല. അത് ഏറ്റവും വലിയ ഒരു തിന്മകളിൽ ഒന്ന് തന്നെയാണ്. ഏറ്റവും വലിയ തിന്മ മദ്യപാനമല്ല, ഏറ്റവും വലിയ തിന്മ കൊലപാതകമല്ല. ഏറ്റവും വലിയ തിന്മ ആരാണെന്ന് നന്മയും തിന്മയും സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, പടച്ചവന്റെ വെള്ളം കുടിച്ച്, പടച്ചവന്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് ശ്വാസം മുട്ടുമ്പോ റബ്ബല്ലാത്തവരോട് വിളിച്ചു തേടുക, അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സർവ്വ തിന്മകൾക്കുമെതിരെ നമ്മൾ പടപൊരുതണം. എന്നാൽ നമ്മൾ മാത്രം ശബ്ദിക്കാനുള്ള
ഒരൊറ്റ തിന്മയുണ്ട്, അത് റബ്ബിന്റെ ഭൂമിയിൽ റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് കൊടുക്കലാണ്. അങ്ങനെ കൊടുക്കില്ല പടച്ചോനെ എന്നാണ് ഹിദായത്ത് തരണേ എന്ന് തൊട്ടുമ്പ് പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. അതെ, പ്രാർത്ഥനയും ആരാധനയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റബ്ബിന് മാത്രം. അപ്പൊ റബ്ബ് പറയും, റസൂലുള്ള പറയാണ്, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കാര്യമാണ്. എൻ്റെ അടിമ അവൻ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളട്ടെ. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നും ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന ഹിദായത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ആ സൂറത്തുൻ നസ്ർ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ നസ്ർ വരാൻ അനിവാര്യമായ വലിയൊരു വിപ്ലവം മക്കയിൽ, മദീനയിൽ, ലോകത്തുടനീളം നടന്നിരുന്നു. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം എന്നതാണ് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം ഈ ജീവിതത്തിലും മരണത്തിലും മരണാനന്തര ജീവിതത്തിലും നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിലേക്കുള്ള ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട 110-ാം അധ്യായത്തോടു കൂടി അവിടുന്ന് കൂടുതലായി അവിടുത്തെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഒന്നടുത്തിരിക്കുക, സഫ് ഒഴിവുള്ള സ്ഥലത്തൊന്നും മുന്നോട്ടിരിക്കുക, ബാക്കിയുള്ള താഴെ പോയാൽ മതിയല്ല. വിടവുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പൂർണ്ണാക്കിയിരിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് നമസ്കാരത്തിന് ശേഷം പ്രാവർത്തികമാക്കിയ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ നമ്മൾ പഠിച്ചു. അല്ലാഹുവേ, എൻ്റെ കേൾവിക്ക്, എൻ്റെ കാഴ്ചക്ക്, എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണമേ, നീ അല്ലാതെ മറ്റൊരാരാധ്യനില്ല. അവിശ്വാസത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, ഖബറിലെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, നീ അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന ദുആ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് വളരെ ചെറിയ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്, റസൂലുള്ളാഹി സുബ്ഹിക്ക് ശേഷം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയെല്ലാം ഒന്നുകിൽ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന എന്ന് തുടങ്ങിയിട്ടായിരിക്കും ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവിനെ. ഒരു സത്യവിശ്വാസികളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കണം. അവിടുന്ന് സുബ്ഹി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവിനെ, വരിസ്ഖൻ ത്വയ്യിബ, വരിസ്ഖൻ ത്വയ്യിബ, ത്വയ്യിബായ നല്ല ഉപജീവനത്തെ. നമ്മളെല്ലാവരും ഉപജീവനത്തിന് ഇടക്കാണ് ഈ ജുമഅക്ക് വന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ കുടുംബത്തെ പോറ്റാനുള്ള മാർഗമില്ലേ, ആ മാർഗം പടച്ചോനെ നന്നാക്കി തരണേ എന്ന് രാവിലെ ദുആരക്കും. അതാണ് രണ്ടാമത്തെ ഭാഗം, വരിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, സ്വീകാര്യപ്രദമായ അമലുകൾ. നമ്മൾ ഇന്ന് ജുമഅ നിസ്കരിച്ചു, ഈ ജുമഅ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ ദാനം ചെയ്യുന്നു, ആ ദാനം അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ ചെയ്താൽ മാത്രം പോരാ, ആ അമലുകൾ അല്ലാഹു സ്വീകരിച്ച് കിട്ടണം. അപ്പോൾ പടച്ചവനെ, സ്വീകാര്യപ്രദമായ അമലുകൾ, എൻ്റെ അമലുകൾ ആ രൂപത്തിലുള്ളതായി തീരണം. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒന്ന് ഉപകാരപ്രദമായ അറിവാണ്. രണ്ടാമത്തത് ഏറ്റവും നല്ല ഉപജീവന മാർഗമാണ്.
മൂന്നാമത്തത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് സ്വീകാര്യമായ അമലുകൾ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നമുക്ക് ജമീൽ ആപ്പിലേക്ക് പോയി നേരെ ഈ ദുആ എടുത്താൽ അവിടെ കാണാം. അദ്കാറു സ്വബാഹ് അത് ഞെക്കിക്കൊടുത്താൽ ഈ ദുആകളൊക്കെ അർത്ഥസഹിതം നമുക്ക് കിട്ടും. ജമീൽ ഒരു ഗ്യാപ്പ് ആപ്പ് എന്നടിച്ചാൽ നമുക്ക് സ്വഹീഹായ പ്രാർത്ഥനകൾ ക്രോഡീകരിച്ച ഒരു ആപ്പാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവ്, വരിസ്ഖൻ ത്വയ്യിബ ഏറ്റവും നല്ല ഉപജീവനമാർഗം, വഅമലൻ മുതഖബ്ബല സ്വീകാര്യപ്രദമായ അമലുകൾ, ഇത് മൂന്നും നൽകണമേ എന്ന് നമ്മളെല്ലാവരും. ഇനി ഒരാൾ ഇത് കേട്ടു, നാളെ രാവിലെ ഈ അറബി പദങ്ങൾ ഓർമ്മ വരുന്നില്ല, നമ്മൾ ഈ അറബി പദങ്ങളിലേക്ക് എത്തണം. പക്ഷേ ഈ 3 കാര്യം പച്ച മലയാളത്തിൽ നമുക്ക് അള്ളാഹുവിനോട് ദുആ ഇറക്കാം എന്ന് പറഞ്ഞാൽ ഈ ദുആ പഠിക്കേണ്ടതില്ലെന്നല്ല, പല കാരണങ്ങളാൽ നമ്മൾക്ക് രാവിലെ ആവുമ്പോൾ ഇത് ഓർമ്മ വന്നു എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കും. റസൂലുള്ളാഹി അറബിയിൽ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അതിനൊരു അവസരം കിട്ടാത്ത ഒരു വ്യക്തി റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, നിസ്കരിക്കാൻ ഒന്നും അറിയില്ല, നിസ്കാരത്തിലെ കർമ്മങ്ങളും അറിയില്ല. അപ്പം അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, ഞാനിങ്ങനെ നിസ്കാരത്ത് കൈയിട്ടാൽ നരകത്ത് നിന്ന് രക്ഷിക്കണേ, സ്വർഗത്ത് പ്രവേശിപ്പിക്കണേ എന്ന് ദ്വാരക്കലാ ഫുള്ള് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞത് ശരിയാവില്ല പറഞ്ഞിട്ട്, പിന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ചുരുക്കം അത് തന്നെയാന്ന് പറഞ്ഞു. അദ്ദേഹം പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം റസൂൽ പറഞ്ഞു, പക്ഷേ നാളെ ഒരു സന്തോഷ വാർത്ത എന്നെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം. പിറ്റേന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതി അദ്ദേഹം ഷഹീദായി. നമസ്കാരത്തിന്റെ രൂപം പോലും അറിയാത്ത ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഹബീബിനോട് പറഞ്ഞത് എനിക്കിതേ അറിയുള്ളൂ എന്ന് പറഞ്ഞ സഹോദരങ്ങൾ, വലിയ അറിവൊന്നുമല്ല, നമ്മുടെ മനസ്സാണ് റബ്ബ് നോക്കുന്നത്. ദീൻ എളുപ്പമാണ്, അതിൻ്റെ അർത്ഥം നിസ്കാരത്തിൽ ഒന്നും ചെല്ലാതെ നരകത്ത് രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി എന്നല്ല. പക്ഷെ ഒന്നും അറിയാത്തൊരു വ്യക്തി അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല, മറിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഇത് അനുഗ്രഹത്തിന്റെ മതമാണ് സഹോദരങ്ങളെ, ഇത് അനുഗ്രഹത്തിന്റെ മതമാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമസ്കാരത്തിൽ ജുമഅയിൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ജുമഅ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് പുറത്തു പോകും. ജുമഅ നടന്നുകൊണ്ടിരിക്കുമ്പം ഫോൺ എടുത്ത് പുറത്തു പോകുന്ന ദുരന്തത്തിലേക്ക് എത്തും. അതും കഴിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോൺ മലർത്തി വെക്കും, ആരാണ് വിളിക്കുന്നത് എന്നിടത്തേക്ക് നമ്മൾ എത്തും. നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു മരണമൊക്കെ സംഭവിച്ചാൽ തന്നെ സഹോദരങ്ങളെ, ജുമേന്റെ സമയത്ത് മരിച്ചാൽ നമ്മൾ ജുമ കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. അതുകൊണ്ട് ജുമ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് ഓഫാക്കൂ സഹോദരങ്ങളെ, ഫോൺ അങ്ങോട്ട് ഓഫാക്കൂ. എന്നിട്ട് നമ്മൾ ജുമയിലേക്ക് ശ്രദ്ധിക്കണം. കാരണം റബ്ബിനെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ, റബ്ബ് നമ്മളെ അവഗണിച്ചാൽ വേറെ ആര് പരിഗണിച്ചിട്ടും കാര്യമില്ല. കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് അടുക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ ഒട്ടേറെ ആളുകൾ രോഗങ്ങളായി ആശുപത്രി